ഹലോ മക്കളെ, വെൽക്കം ടു ലേൺ വിത്ത് പ്രീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SLC മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ കൂടുതൽ ഇൻട്രോ ഇല്ല, നമുക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നോക്കാം. So what is arithmetic sequence? A sequence starting with a number and proceeding by adding one number again and again is called a arithmetic sequence. എന്താണ്? ഒരു നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു നമ്പറോ ഈവൻ ആ നമ്പർ ആണെങ്കിലും ഫിക്സ് ചെയ്യും. എന്നിട്ട് അതേ നമ്പർ വെച്ച് നമ്മൾ ഏത് നമ്പറാണോ ഫിക്സ് ചെയ്തത് അതേ നമ്പർ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ തുടരെ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ്. എക്സാമ്പിളായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് പറയാം. അതായത് എന്താണ്? സ്റ്റാർട്ടിങ് വിത്ത് 2 അല്ലേ? 2 സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് ആഡ് ചെയ്ത് പോകും. അതായത് 2 + 2 4 4 + 2 8 8 + 2 10 അങ്ങനെ. അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് പറയാം അല്ലേ? സ്റ്റാർട്ടിങ് ഫ്രം 1 then add with 2 and then it proceeds. അതായത് എന്താണ്? 1 സ്റ്റാർട്ട് ചെയ്തു, then എന്താണ്? 1 + 2 3 3 + 2 5 അങ്ങനെ. അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 6 മൾട്ടിപ്പിൾസ് ഓഫ് 7 ഏത് നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് എടുത്താലും അതെല്ലാം എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പം മൾട്ടിപ്പിൾസ് ഓഫ് 6 സ്റ്റാർട്ടിങ് വിത്ത് 6 സ്റ്റാർട്ട് ചെയ്തു, ദെൻ അടുത്ത മൾട്ടിപ്പിൾ ഏതാണ്? 12 ആണ്. അടുത്ത മൾട്ടിപ്പിൾ +6 12ൻ്റെ കൂടെ വീണ്ടും നമ്മൾ 6 ആഡ് ചെയ്തു, നമുക്ക് 18 കിട്ടി. വീണ്ടും നമ്മൾ 6 ആഡ് ചെയ്തു, നമുക്ക് 24 കിട്ടി. സോ മൾട്ടിപ്പിൾസ് ഓഫ് എവറി നമ്പർ ഈസ് എ അരിത്തമെറ്റിക് സീക്വൻസ്. മനസ്സിലായോ? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. അതായത് ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഒരു കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യും? നമ്മൾ ഫിക്സ് ചെയ്യും. ആ കോമൺ ഡിഫറൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നേക്കാം, ആഡ് ചെയ്യുന്ന നമ്പേഴ്സ് മാത്രമേ അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് വരത്തുള്ളൂ എന്ന്. അങ്ങനെയല്ല, നമുക്ക് വേണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. അതായത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 100 95 90 ഇങ്ങനെ പോകുന്നതും എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? 100ൽ നിന്ന് ആദ്യം 5 സബ്ട്രാക്ട് ചെയ്തു, ദെൻ 95 കിട്ടി. 95ൽ നിന്ന് ഞാൻ 5 സബ്ട്രാക്ട് ചെയ്തു, എനിക്ക് 90 കിട്ടി. 90ൽ നിന്ന് ഞാൻ 5 സബ്ട്രാക്ട് ചെയ്തു, എനിക്ക് 85 കിട്ടി. അപ്പോൾ എന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നെങ്കിൽ എങ്ങനെ പറയാം? ഒന്നെങ്കിൽ നമ്മൾ 5 കൊണ്ട് സബ്ട്രാക്ട് ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് -5 ആഡ് ചെയ്ത് പോയെന്ന് പറഞ്ഞാലും എന്താണ്? കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് ആ സെൻസ് പിടികിട്ടിയോ? സോ ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എക്സാമ്പിളിലേക്ക് പോകാം. നോക്കിക്കേ, ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. സ്റ്റാർട്ടിങ് ഫ്രം 2 ആൻഡ് സക്സസീവ്ലി ആഡ് 2. ഓക്കെ, 2ൽ നിന്ന് തുടങ്ങി നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ആഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ആ സീക്വൻസ് എങ്ങനെ വരും? 2ൽ നിന്ന് തുടങ്ങിയാൽ സ്റ്റാർട്ടിങ് നമ്പർ ഏതാണ്? 2 ആണ്. സോ അടുത്ത നമ്പർ 4 ആണ്, അടുത്ത നമ്പർ 6 ആണ്, അടുത്ത നമ്പർ 8 ആണ്, അടുത്ത നമ്പർ 10 ആണ്. അപ്പോൾ 2 + 2. ഓക്കെ, ദെൻ സക്സസീവ്ലി ആഡ് 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2നോട് ഞാൻ 2 ആഡ് ചെയ്തു, എനിക്ക് 4 കിട്ടി. ദെൻ അതേ 2 തന്നെ ഞാൻ 4നോട് ആഡ് ചെയ്തു, എനിക്ക് 6 കിട്ടി. 6നോട് ഞാൻ 2 ആഡ് ചെയ്തു, എനിക്ക് 8 കിട്ടി. 8നോട് ഞാൻ 2 ആഡ് ചെയ്തു, എനിക്ക് 10 കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു നമ്പറിൽ തുടങ്ങി വേറൊരു നമ്പർ നമ്മൾ അല്ലെങ്കിൽ സെയിം നമ്പർ നമ്മൾ കോമൺ ഡിഫറൻസ് ആയിട്ട് ഫിക്സ് ചെയ്തു, എന്നിട്ട് അതേ കോമൺ ഡിഫറൻസ് കൊണ്ട് തന്നെ ഒന്നെങ്കിൽ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ഷൻ എന്ന് നമ്മൾ പറയാറില്ല, നമ്മൾ സാധാരണ എങ്ങനെ പറയുന്നത്? ആഡിങ് വിത്ത് -5 അല്ലെങ്കിൽ ആഡിങ് വിത്ത് -6 ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കിട്ടിയില്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, അടുത്തൊരു എക്സാമ്പിളാണ് മൾട്ടിപ്പിൾസ് ഓഫ് 6. എന്താണ്? 6ൽ നിന്ന് തുടങ്ങി 6 ആഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ 6 + 6 12 12 + 6 18. അടുത്ത നമ്പർ എന്താണ്? 18നോട് നമ്മൾ 6 ആഡ് ചെയ്ത് നമുക്ക് 24 കിട്ടും. ഓക്കെ, വേറെ എക്സാമ്പിൾ പറയാം. നോക്കിക്കേ, സ്റ്റാർട്ടിങ് വിത്ത് 10 ആൻഡ് സക്സസീവ്ലി ആഡ് 5. അപ്പോൾ നോക്കിക്കേ, 10ൽ തുടങ്ങി പിന്നീട് 5 ആഡ് ചെയ്ത് പോകുന്നു. അപ്പം നോക്കിക്കേ, 10നോട് ഞാൻ എന്ത് ചെയ്തു? 5 ആഡ് ചെയ്തു, സോ 5 ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? +5. അടുത്ത നമ്പർ 15 കിട്ടി. 15നോട് ഞാൻ +5 ആഡ് ചെയ്തു, സോ എനിക്ക് എന്ത് കിട്ടി? 20 കിട്ടി. 20നോട് ഞാൻ വീണ്ടും +5 ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? 25 കിട്ടി. സോ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് ഇവിടെ ഏതാണ്? ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 10 15 20
25. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം എപ്പോഴും കൂട്ടിയേ പോകത്തുള്ളൂ. നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. എന്നാൽ അതിൻ്റെയും കൂടെ ഒരു എക്സാമ്പിൾ എഴുതാം. നോക്കിക്കേ, സ്റ്റാർട്ടിങ് വിത്ത് 100 ആൻഡ് സക്സസീവ്ലി ആഡ് -5. 100ൽ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ എന്ത് ആഡ് ചെയ്ത് പോകുന്നു, -5 ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ ഇതിൻ്റെ സീക്വൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 100ലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഫസ്റ്റ് നമ്പർ ഈസ് 100. ഓക്കെ, ദെൻ ആഡ് ചെയ്യുന്നത് ഏതാണ്? -5 ആണ് ആഡ് ചെയ്തത്. അതായത് ഇൻഫാക്റ്റ് എന്താണ്, 100ൽ നിന്ന് 5 കുറയ്ക്കുവാണ്. സോ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 95 ആണ്. അടുത്ത നമ്പർ ഏതാണ്? 95ൽ നിന്ന് ഞാൻ 5 കുറച്ചു, അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം, 95നോടൊപ്പം ഞാൻ എന്ത് ചെയ്തു, -5 ആഡ് ചെയ്തു എന്ന് പറയാം. സോ അതെന്ത് കിട്ടും? അത് 90 കിട്ടും. ഓക്കെ, ദെൻ 90യോട് ഞാൻ -5 ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടി? 85 കിട്ടി. ദെൻ 85നോട് ഞാൻ -5 ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടി? 80 കിട്ടി. സോ ഇങ്ങനെ അങ്ങ് പോവും. സോ ഇങ്ങനെ വരുന്ന സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇവിടെ നമ്മൾ ഒരു നമ്പർ സക്സസീവ്ലി ആഡ് ചെയ്തോ സബ്ട്രാക്ട് ചെയ്തോ ഒക്കെ പോയല്ലോ. അപ്പോൾ ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് വിളിക്കുന്ന പേരാണ്. അതായത് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് -5 ആണ് ആഡ് ചെയ്യുന്നത്. സോ കോമൺ ഡിഫറൻസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് -5. ഓർക്കുക, ഈ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഫർദർ ക്ലാസ്സുകളിൽ നമുക്കിതിലെ പ്രോബ്ലംസ് ചെയ്യാം. So it's the time to wind up our video class. So it's me Preeta Hanush signing out from Learn with Pre. Tata, bye bye.